Hi friends, welcome back to our channel World of Tailor Bird ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊണ്ടൊരു ഓർഗനൈസർ ചെയ്താലോ? അതിനായിട്ട് ഞാൻ എടുത്തത് കോക്കനട്ട് ഷെല്ല് ചിരട്ട ഇല്ലേ, 2 ചിരട്ടയും പിന്നെ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള ലേസൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് പെയിൻറ്റ് ഞാൻ എടുത്തത് പോസ്റ്റർ കളറിൻ്റെ ഈ പെയിൻ്റാണ് യൂസ് ചെയ്തത്. അത് യെല്ലോ, ബ്ലാക്ക്, റെഡ് മിക്സ് ചെയ്തിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സ്പോഞ്ചിൽ ഞാൻ സ്പോഞ്ച് കൊണ്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഇനി അപ്പോൾ നമുക്കത് ഈ കോക്കനട്ട് ഷെല്ലിൻ്റെ മേലെ ആഡ് ചെയ്യണം. അത് നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഇത് ക്ലീൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് പറയാം. ഒരു ദിവസം മുഴുവൻ നമ്മൾ വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുക കോക്കനട്ട് ഷെല്ല്. എന്നിട്ട് നീറ്റായിട്ടൊന്ന് ചിരണ്ടി ഒന്ന് നൈഫ് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് നന്നായി ചിരണ്ടി കളയുമോ. എന്നിട്ട് നമ്മൾ റഫായ ഒരു സിമെൻറ്റിൻ്റെ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇവിടെയുള്ള ഇതൊക്കെ ഒന്ന് എന്താ പറയുക സ്മൂത്തായിട്ട് നല്ല ഇതായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നതൊക്കെ ഇതായിട്ട് വരും. നമ്മളിങ്ങനെ നന്നായിട്ട് സിമെൻറ്റ് എന്താ പറയുക വാഷ് ചെയ്യുന്ന കല്ലൊക്കെ ഇല്ല, അതിൻ്റെ മേലെ ഇട്ടിട്ട് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ പൊന്തി നിൽക്കുന്നതൊക്കെ അത് കുറഞ്ഞു കിട്ടും. എല്ലാം ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചിരട്ട എടുത്ത് വെച്ചിട്ട് ഇത് കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കും അവിടെ കൊണ്ടുപോയി ഉരച്ച് വെച്ചതാണ് അവിടെ. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്, പൊന്തി നിൽക്കുന്ന ഭാഗമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെയിൻ്റ് ഒന്ന് ആഡ് ചെയ്യാം. ബ്രൗൺ കളറ് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്, ഈ സ്പോഞ്ച് കൊണ്ട് ചെയ്ത് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് വൈറ്റ് കളറുണ്ട് എന്തെങ്കിലും ഒരു ഡിസൈന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഫ്ലവർ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ഡോട്ട് വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് ഒരു ഡെക്കറേറ്റ് ചെയ്യും. ഒന്ന് ഞാൻ വെറുതെ ഒരു ഇതിട്ട് വെച്ചിട്ടുണ്ട്, ഡോട്ട് പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു ആ വൈറ്റിൽ കുറച്ചുകൂടെ ഒരു സിൽവർ ഷെയ്ഡ് ഉണ്ടെന്ന് തോന്നുന്നു, അതിനാണ് കുറച്ച് ഗ്ലെയർ അടിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ലേസ് എടുത്തിട്ടുണ്ട്. ആ ലേസ് വെച്ചിട്ട് ഈ ലേസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. മുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെക്കണം ഉണ്ടോ. നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, എല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതിനകത്ത് ഞാൻ ഒരു മുത്തുള്ള ലേസ് എടുത്തിട്ടുണ്ട്, അത് മേലെ വെക്കാൻ. ഇത് നമുക്ക് താഴെ വെക്കാൻ ഒരു സാധാരണ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേപ്പർ സ്ട്രിപ്പ് ഉണ്ടാക്കിയിട്ട് ആ പേപ്പർ സ്ട്രിക്ക് ഇങ്ങനെ റോളായിട്ട് ഒരു റോളായിട്ട് വെക്കും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് അതിൻ്റെ മേലെ നിൽക്കണം. അതിൻ്റെ മേലെ ഇതേപോലെ ഈ ലേസ് തന്നെ ഞാൻ ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കണ്ടോ. ഇതിങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കും. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം.
ഓർഗനൈസർ റെഡി ആയിട്ടുണ്ടല്ലേ, അതൊന്ന് സ്റ്റിക്ക് ചെയ്യട്ടെ. അപ്പം നമുക്കിതിനകത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ ക്ലിപ്പുകളോ സ്ലൈഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഒരു ഷോ പീസായിട്ട് വെക്കാം. പിന്നെ കണ്ടോ, നമുക്ക് ഇനിയിപ്പം ഇതിനെ കൊണ്ട് പല സാധനങ്ങളും കോക്കനട്ട് ഷെല്ല് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരെണ്ണം, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇനി അടുത്തൊരു വീഡിയോയിൽ അതൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു സിമ്പിളായിട്ടുള്ളതാണ്, ചെറിയ എല്ലാവർക്കും നമ്മൾ ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്നൊരു ഇത് ഓർഗനൈസറാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുമോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യോ. താങ്ക് യു.